ഇമാം ഷെഹറാനി റളിയല്ലാഹു അൻഹു തന്നെ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബ്. അതിൽ മഹാനവറുകൾ ഒരു ചരിത്രം പറയുന്നുണ്ട്. എന്താണ് ചരിത്രം? സൂഫിയായി ജീവിക്കുന്ന ഒരു വാപ്പൻ്റെ അടുത്ത് നാട്ടിലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു പരാതി പറഞ്ഞു, നിങ്ങളുടെ മകൻ കള്ളു കുടിച്ച് ലക്ക് ഇട്ട് കിടക്കുന്നുണ്ട്. പലപ്പോഴും ഈ സംശയമൊക്കെ ഉണ്ടായിരുന്നു, ഉറപ്പിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സൂഫിയായ വാപ്പക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം എൻ്റെ മോനെ ഞാൻ അങ്ങനെയല്ലല്ലോ വളർത്തിയത്. ദർ ഇസ് എ നോ ചാൻസ് ടു ബി, അങ്ങനെ ഒരു സാധ്യത ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്നോടും കുടുംബത്തോടും അസൂയ ഉണ്ടായിട്ട് കുട്ടിച്ചോറാക്കണം എന്നാണ് വിചാരമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. കള്ളു കുടിക്കാറുണ്ട്, എൻ്റെ മോനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ മോൻ കുടിക്കൂല. നമ്മളും നമ്മളെ മക്കളെ കുറിച്ച് അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കാൻ ആഗ്രഹിക്കണം. ഈ വാപ്പയുടെ ഈ പ്രതികരണം കേട്ടപ്പോൾ ഇവരാകെ നിരാശയുടെ ലോകത്തെത്തി. കാര്യമായിട്ട് ആ കുട്ടി നന്നായിക്കോട്ടെ, ഉപ്പ ഒന്ന് കെയർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞത്. പക്ഷെ ഉപ്പയുടെ പ്രതികരണം ഇങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിച്ചത് എന്ന അർത്ഥത്തിൽ അവർ തിരിച്ചുപോയി. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരനായ മോന് വീണ്ടും കള്ളു കുടിച്ച് മസ്തിലായപ്പോൾ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ടുവന്ന് വാതിൽ മുട്ടി. വാപ്പ, ആ സൂഫിയായ മഹാൻ, ആ പണ്ഡിതൻ പുറത്തേക്ക് വന്നു. എന്താ കാര്യം? നമ്മൾ അന്ന് പറഞ്ഞ വിഷയം ഇതാ. നോക്കിയപ്പോൾ മകൻ്റെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ നുര വരുന്നുണ്ട്. കണ്ട് കരഞ്ഞുപോയി. വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് സംഭവിച്ചത്. നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് ഈ മഹാനായ വാപ്പക്ക് മനസ്സിലായി. എന്താ ചെയ്തത്? ചെയ്ത് വേറൊന്നുമില്ല, ഒറിജിനൽ പരിഹാരം ചിന്തിച്ചു. അന്ന് രാത്രി ഫുൾ ടൈം അള്ളാഹുവിനോട് പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മോനെ നന്നാക്കാൻ എന്നെ കൊണ്ടാവില്ല റബ്ബേ. എത്ര തെർബിയത്തിൻ്റെ ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു, നീ തന്നെ എൻ്റെ മോനെ ഏറ്റെടുക്കണേ. പിറ്റേന്ന് രാവിലെ സംഭവിച്ചെന്താന്ന് പറയും? അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ, മഹാത്ഭുതം സംഭവിച്ചു. എന്ത്? മരണം വരെ ഈ കുട്ടി കള്ളിൻ്റെ ഒരു ചഷകം, ഒരു കുപ്പി, ഒരു ബോട്ടിൽ പോലും പിന്നെ തൊട്ടിട്ടില്ല.